വചനമൊഴി ജനുവരി 31. വചനഭാഗം 2 കോരിന്തോസ് 4:8-18, മത്തായിയുടെ സുവിശേഷം 23:34-39. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അതുകൊണ്ട് ഇതാ, പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നീതിമാനായ ആബേലിന്റെ രക്തം മുതൽ ദൈവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാഖിയായുടെ പുത്രൻ സക്രിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട നീതിയുടെ രക്തം മുഴുവൻ നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളുന്ന പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ, നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തഫാനോസിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ദനഹക്കാലം 4-ാം വെള്ളിയാഴ്ചയായ ഇന്ന്. മിശിഹായ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കേണ്ടി വരും എന്ന ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷം നൽകുന്നത്. ആദിമസഭയിൽ വ്യത്യസ്തമായ രീതിയിൽ സഹനങ്ങളും ത്യാഗങ്ങളും ഒക്കെ മിശിഹായെ പ്രതി ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അപ്രകാരമുള്ള ജനത്തെ തീഷ്ണതയിൽ വിശ്വാസത്തിൽ നിലനിർത്തുന്നതിനു വേണ്ടി എഴുതിയതാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ ഈ വചനഭാഗം. പീഡനങ്ങളുടെ കാലം കഴിഞ്ഞ് മാനസാന്തരത്തിന്റെ കാലഘട്ടം ഉണ്ടാകുമെന്ന സൂചനയാണ് തിരുവചനം നൽകുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് ഏറ്റുപറയുന്നതുവരെയും മിശിഹായെ ദർശിക്കുകയില്ല എന്നാ പറഞ്ഞത്. ആദിമസഭ സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ആ സഹനത്തിൽ നിന്നും ഒരു വിമോചനം ഉണ്ടാകും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവരും മിശിഹായിലേക്ക് വരും എന്നുള്ള പ്രത്യാശ നൽകുന്ന വചനഭാഗമാണ് നാം ശ്രവിച്ചത്. മിശിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി മരിച്ച എസ്തഫാനോസ് തന്റെ ജീവിതം പൂർണ്ണമായും കർത്താവിന് വേണ്ടി നൽകി ദൈവിക പദ്ധതിക്ക് വേണ്ടി തന്റെ ജീവനെ സമർപ്പിക്കുന്ന എസ്തഫാനോസ് ഇന്ന് നമ്മോട് പറയുന്നതും ജീവിത സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനാണ്. പ്രതികൂല സാഹചര്യങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടായാലും ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നതിൽ പിന്നോട്ട് പോകരുത്. വചനത്തിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്നവരായി മാറണം. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.